ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധൻ സുശീലയോട് കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയാണ് കേട്ടോ. സുശീല നീ ഹർഷയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും മുരുകന് കൊടുക്കാനുള്ള പണം എന്തായാലും രവി കൊടുത്തോളും എന്ന് പറയുമ്പോൾ അതിലൊരു ശരിയുണ്ടെന്ന് സുശീലക്കും തോന്നി. സുശീല സമ്മതം മൂളുന്നു കേട്ടോ. പിന്നീട് കുറേ നാളത്തിന് ശേഷം സോനയും ഷ്യാമും എത്തിയിരിക്കുകയാണ്. അങ്ങനെ സോനയും ഷ്യാമും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് അവിടെ പ്രതിഭ കടന്നു വരുന്നത്. ഇതാ ചായ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയം സോന ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് അമ്മ പോയത്? എനിക്കറിയില്ല എന്നിങ്ങനെ പ്രതിഭ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പ്രതിഭ ചോദിക്കുന്നുണ്ട്, അച്ഛനെങ്ങനെയുണ്ട്? ഇപ്പം തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുള്ളത്. അതെ, അവിടെ ആരെങ്കിലും ആക്കി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നും ഇങ്ങനെ ഷ്യാമു പറയുന്നു കേട്ടോ. പിന്നീട് സോന പറയണെങ്കിൽ അമ്മ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? അമ്മക്ക് യാതൊരു വീണ്ടും വിചാരവുമില്ല. ആ മാഷ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ അമ്മ കേസ് കൊടുക്കും. അനന്തമാഷിൻ്റെ കാല് പിടിച്ചാൽ ഈ പ്രശ്നം തീരാവുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആർക്കടി എൻ്റെ കാല് പിടിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് സുശീല കയറി വരുന്നു കേട്ടോ. സുശീല സോനയോട് ഉടക്കാൻ തന്നെ വന്നിരിക്കുകയാണ്. സോന പറയണേ, എന്തിനാ അമ്മ ഇങ്ങനെ നാണം കെടുത്ത പ്രവൃത്തി ഓരോ ദിവസം അമ്മ ഇങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? തൊണ്ടി മുതൽ അടക്കമല്ലേ അമ്മ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയത്? ആരടി തൊണ്ടി മുതൽ ഇവിടെ കൊണ്ടുപോയത് എന്ന് നീ പറയടി. എന്ത് തൊണ്ടി മുതലടി ഇവിടെ നിന്ന് പിടിച്ചത്? ഇവള് പറഞ്ഞിട്ടുണ്ടാവൂലേ അനുഭവം അന്ന് ഇവിടെ പിടിച്ചത്? ആരുടെ മുതലാടി ഞാൻ കട്ടത്? നീ കണ്ടിട്ടുണ്ടടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുള്ളിച്ചാടുമ്പോൾ പ്രതിഭയോട് പറയണം, നീ വന്നപ്പോഴത്തേനും അങ്ങ് ഓതി കൊടുത്തൂലേ? അത് കേൾക്കുന്ന സോന പറയണേ, ഞങ്ങളോട് പറഞ്ഞത് സത്യേട്ടനാണ്. സത്യം പറയും, കാരണം ഇവളെപ്പോലെ വൃത്തികെട്ടവളാണല്ലോ സത്യൻ്റെ ഭാര്യ. സത്യനെ ഇങ്ങനെ പറയാതിരിക്കാൻ ഇവളൊന്ന് സത്യന് വിലങ്ങിടാറായിരുന്നു, അത് ഇവള് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഭയോട് ഇങ്ങനെ മെക്കെട്ട് കയറാൻ വരുമ്പോൾ ഉടനെ തന്നെ ഷ്യാമ അതിൽ ഇടപെടുകയാണ് കേട്ടോ. ആൻറ്റി ചെയ്യുന്നത് എത്രത്തോളം നെറുകെട്ട പ്രവൃത്തിയാണെന്നുള്ള തോന്നൽ ആൻറ്റിക്ക് ഉണ്ടായിട്ടേ മറ്റുള്ളവർ എന്ത് പറഞ്ഞിട്ടും ആൻറ്റിയോട് കാര്യമുള്ളൂ. നീ എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് സോനെ? നീ അകത്തോട്ട് കയറി വന്നേ എന്ന് പറയും. സോനയെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ പിന്നീട് സുശീലയ്ക്ക് അവിടെ കിടന്ന് അങ്ങ് ദേഷ്യപ്പെടാൻ കഴിയില്ല കേട്ടോ. പിന്നീടാണ് ഇങ്ങനെ കാണിക്കുന്നത് മാഷിനെയാണ്. മാഷ് വിനയൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആ സമയം ലംബോദരൻ ലതിക ഇങ്ങനെ നിന്ന് പരിങ്ങാണ്. ഈശ്വര എന്ത് ഇവരോട് പറയുമെന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ മാഷാണെങ്കിലും നല്ലൊരു ഇതോടുകൂടി ഇന്നലെ എൻ്റെ മകളുടെ കൂടെ വരണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങളിപ്പോൾ ഈ എന്താളിപ്പിൽ നിൽക്കുന്ന ഈ മാഷിന് എല്ലാ മക്കളുടെ അടുത്തും പോകാൻ കഴിയും, എന്നാൽ എൻ്റെ ഈ ഒരു മകളുടെ അടുത്തോട്ട് മാത്രം വരുന്നില്ല എന്നായിരിക്കില്ലേ? ഇന്നലെ എൻ്റെ ചിരുമോളെ കൊണ്ടാക്കുമ്പോൾ ഞാനും വരണമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ദയെ കൊണ്ടാക്കാൻ ദയമോളെ അവിടെ ആക്കി കൊടുക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് പോയി, അതാണ് പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ എന്തുത്തരം പറയണമെന്ന് അറിയാതെ ലതികയും ലംബോദരനും പരസ്പരം നോക്കാനായിട്ടാ. അല്ല, എൻ്റെ മക്കളെവിടെ? ഹാർച്ചയും ഭദ്രയും അവർ റൂമിലുണ്ട് എന്ന് പറയണേ. എന്നാൽ എൻ്റെ ചീരു എവിടെ? അവരെയൊന്നും കാണാനില്ലല്ലോ, ഇവിടെ എല്ലാവരും എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മാഷപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യം? ഇന്നലെ ചീരു ഒന്ന് വീണേന്ന് പറഞ്ഞിട്ട് ആ ഉണ്ടായ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കാനായിട്ടാ. വിനയം പറഞ്ഞു കൊടുത്താന്നുണയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മാഷ് എന്നിട്ട് എൻ്റെ മക്കളുടെ വിവരം എന്താ, എൻ്റെ മോളുടെ വിവരം എന്താന്ന് ചോദിക്കുമ്പോൾ ഒരു വിവരവും മാഷ് അറിഞ്ഞിട്ടില്ല. എന്ത് ഈ പറയുന്നത്? എന്താണ് നിങ്ങൾ ഇതുവരെ ആരും ഒരു വിവരം അറിയിച്ചില്ലേ? ഇല്ല, ഒരു വിവരം അറിയിച്ചില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ പ്രതിസന്ധിയിലാണ് എന്നിങ്ങനെ പറയുമ്പോൾ മാഷ് ഒന്നും മിണ്ടാതെ നിശബ്ദനായി ഒരുതരം മരവിപ്പോടുകൂടി സിറ്റി ഹോസ്പിറ്റലിലോട്ട് പോട്ടെ എന്നും പറഞ്ഞ് ഓട്ടോയിൽ അങ്ങ് കയറി പോകുന്നു കേട്ടോ. ഇതേ സമയം ലതിക ഇങ്ങനെ പൊട്ടിക്കരയാണ്. എന്നാൽ ഈ സമയം ഡോക്ടർ ഇങ്ങനെ ചിരുവിനെ വാർഡിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ചിരുവിനെ മാറ്റുമ്പോൾ ചിരുവിൻ്റെ അടുത്ത് വിനയനും അതുപോലെ തന്നെ അമ്പിളി രഘു ദാസൊക്കെ ആണല്ലോ. വിനയൻ ഇങ്ങനെ പരിങ്ങാണ്, എന്ത് പറയണമെന്ന് അറിയാതെ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ചിരു ആണെങ്കിലും മുഖത്തോട്ട് നോക്കാൻ തയ്യാറാവുന്നില്ല. ആ സമയം അങ്ങോട്ടേക്ക് ഡോക്ടർ കടന്നു വരികയാണ്. ചിരു നിനക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടൻ തന്നെ അമ്പിളി ചിരുവിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, ഇവൾക്ക് എന്താ കുടിക്കാൻ കൊടുക്കേണ്ടത്? ഇപ്പോൾ തണുത്തതായിട്ടൊന്നും കൊടുക്കണ്ട, ജ്യൂസ് കൊടുത്തോളൂ. പിന്നെ ഇവളെന്തേലും വിശക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കഞ്ഞി കൊടുത്തോളൂ, വേറെ കട്ടിയാഹാരങ്ങളൊന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ ഇവിടെ എല്ലാവരും വിനയനെ നോക്കണേട്ടോ. അങ്ങനെ വിനയം പറയണം, ഡോക്ടർ ഇപ്പോൾ പ്രതീക്ഷ കൈവച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ സംസാരിച്ചത് എന്നിങ്ങനെ വിനയൻ പറയുന്നു കേട്ടോ. അതൊക്കെ കേൾക്കുന്ന ചിരുവിന് എന്തൊരു പന്തികേട് തോന്നാണ്. ഈ സമയം അമ്പിളി ചിരുവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ചിരുവിൻ്റെ തല ഇങ്ങനെ തലയോടുമ്പോൾ ചിരു എന്തിനായിരിക്കും ഇപ്പോൾ ഇവർ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം ചിരു മോളെ പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഇനി പേടിക്കൊന്നും വേണ്ട കേട്ടോ, അതിനെന്താ അമ്പിളി ചേച്ചി എനിക്ക് പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അല്ല വിനയം വല്ലാതെ അങ്ങ് പേടിച്ചു പോയി, അതിൻ്റെ പരിങ്ങലിലാണ് അവൻ നിൽക്കുന്നത്. അത് കേൾക്കുന്ന ചിരുവിനെ അങ്ങ്
ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ ഉള്ളിൽ ഒതുക്കാണ്. ഇതേ സമയം ചിരു ഇങ്ങനെ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ ഇങ്ങനെ ഞാൻ മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വിനയൻ അവിടെ നിന്ന് പെട്ടെന്ന് ഒഴിവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ചിരു പറയണേ, അമ്പിളി ചേച്ചി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എൻ്റെ മക്കളെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? അത് കേട്ട ഉടനെ തന്നെ ആ മക്കൾ അവിടെ നല്ലപോലെ നിൽക്കല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? അത് കേട്ട ഉടനെ ചിരു എല്ലാ അമ്മക്കും അങ്കിളിനൊക്കെ എൻ്റെ അടുത്തോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. മക്കൾ അവിടെ ഉണ്ടാവുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്പിളി ചേച്ചി എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അമ്പിളി ചേച്ചിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹോസ്പിറ്റലിൽ കൊടുന്ന് അവരെ നിർത്തണോ? അത് വേണ്ട, അനുചേച്ചിയുടെ വീട്ടിലാക്കി കൊടുത്താൽ മതി. അത് കേൾക്കുന്ന രഘുവിന് എന്തൊക്കെയോ ഇങ്ങനെ സംശയമുള്ളതുപോലെ ആയിട്ട് ഇങ്ങനെ രഘുവിന് തോന്നണം കേട്ടോ. രഘുവിൻ്റെ മനസ്സിങ്ങനെ മുഖം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം ദാസിൻ്റെ മുഖത്തും ആ ഒരു മുഖഭാവം ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ വിനയനെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ അമ്പിളി ചേച്ചി പറ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എന്തായാലും വിനയം വരുന്നുണ്ട്, നീ സംസാരം നിർത്തി, ഞാൻ എന്താ വേണ്ടത് അതുപോലെ ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിൽ ഞങ്ങൾ ഇന്ന് പോട്ടെ മോളെ, ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും വരാം. അച്ഛൻ എന്തായാലും സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും രഘു പറയണേ, ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാത്തതിൽ അമ്മാവൻ എന്നോട് വളരെ ദേഷ്യപ്പെട്ടു. എന്തായാലും അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അപ്പോഴേക്കും ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 3 പേരും ഇറങ്ങുന്നു കേട്ടോ. ഈ സമയം ചിരു ആണെങ്കിലോ വിനയൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിനയനെ നോക്കാൻ കൂട്ടാക്കാതെ ചിരു അപ്പുറത്തോട്ട് തലതിരിക്കുമ്പോൾ വിനയൻ എന്ത് ചെയ്യുന്നു? ചിരുവിൻ്റെ കാൽ പിടിച്ച് കരയണം കേട്ടോ. എന്നോട് ക്ഷമിക്കണം ചിരു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിനയൻ സംസാരിക്കുന്നത് തുടങ്ങുമ്പോൾ ചിരു പറയണേ, എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ അറപ്പാണ്, ഒന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ചിരു, എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് തെറ്റുകളായി ഞാൻ ചെയ്യുന്നു, ഇനിയും തെറ്റ് തന്നെയാണ്, എന്നാൽ ഇനി എന്നോട് ക്ഷമിക്കുക, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് കേൾക്കുന്ന ചിരു പറയണേ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല, നിങ്ങളുടെ ഇത് കൺട്രോൾ ചെയ്യാനൊന്നും നിങ്ങൾക്കറിയില്ല, മനുഷ്യൻ്റെ സാഹചര്യം മനസ്സിലാക്കാനൊന്നും അറിയില്ല, ഇനി ഞാൻ എൻ്റെ എല്ലാം ഞാൻ കൺട്രോൾ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കാൻ കേട്ടോ. ഇതിനിടയ്ക്ക് ചിരു പറയുന്നുണ്ട്, എനിക്കെൻ്റെ മക്കളെ അനുചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയാൽ പിന്നീട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് അനുചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കേണ്ടത്, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ എടി അത് വിനയന് ഭയങ്കര സങ്കടമാവിടെ. അപ്പോൾ ഉടൻ തന്നെ അവിടെ ദാസ് പറയുന്നുണ്ട്, അതൊക്കെ പിന്നീടാവാം, എന്തായാലും ഇപ്പോൾ വേണ്ട, ഹോസ്പിറ്റലിൽ വിടട്ടെ, ഹോസ്പിറ്റലിൽ വിടുമ്പോൾ നമുക്ക് തീരുമാനിക്കാമെന്ന് അതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോകുന്നു. എന്നാൽ ഈ സമയം വിനയൻ്റെ ഈ അഭിനയൊക്കെ കണ്ടിട്ട് ചിരു പറയാണ്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഡോക്ടറോട് തന്നെ പറയില്ല എന്ന് വിചാരിച്ചതാണ്, അത്രയും വൃത്തികെട്ട പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്, ഒരു ആണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമല്ലോ, അത് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് എന്ന് ചിരു പറയുന്നുണ്ട് കേട്ടോ. ആ സമയം വിനയൻ ഇങ്ങനെ പതറുകയാണ് നിന്നിട്ട്. പിന്നീട് വിനയൻ അങ്ങ് പുറത്തു പോകുന്നു. പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യനെയാണ് കാണിക്കുന്നത്. സത്യനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. എവിടെ അമ്മ ഭക്ഷണം കഴിച്ചില്ലേ സോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പിന്നെ ഭക്ഷണം കഴിക്കില്ലല്ലോ, അമ്മ പുറത്ത് ഇന്ദ്രേട്ടനെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ ഉടൻ തന്നെ അല്ല നീ വിളിച്ചില്ലേ, അത് പിന്നെ അമ്മയ്ക്ക് ഇന്ദ്രേട്ടൻ വന്നെങ്കിലല്ലേ അമ്മ ഇന്ദ്രേട്ടനോട് സ്നേഹമുള്ളതുപോലെ അങ്ങ് നടിച്ചിട്ട് എല്ലാം ഇങ്ങനെ ഓതി കൊടുക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്നലെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും വിനയൻ നല്ല പിള്ളയായി ചമഞ്ഞ് എന്തായാലും തന്നെ പിടിക്കപ്പെടാതെ തന്നെ ആ കുഞ്ഞിനെ കളയാനുള്ള ആ ഒരു പരിപാടിയൊക്കെ നോക്കും. പക്ഷെ അതിന് കഴിയില്ല. പക്ഷെ വിനയന് പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോഴാണ് എല്ലാവർക്കും വിനയൻ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ആവശ്യത്തിനായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ. പക്ഷെ അതിനിടയ്ക്ക് വിനയൻ തന്നെ ചിരുവിനോട് ഒരു ക്രൂരത ചെയ്യുന്നുണ്ട്. ആ സമയമാണ് എല്ലാവരും ആ സത്യങ്ങൾ അറിയുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ പറയാവേ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത്.